രാഗവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി മെറിലെത്തുന്നു. ബിയോണ്ട് വേർഡ്സ് ആണ്, വാക്കുകളില്ല. അകലെ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. കാർത്തിക് ആലപിച്ച ഗാനം അതേ മനോഹാരിതയിൽ പാടുന്ന താരത്തിന് എഴുന്നേറ്റ് നിന്നാണ് വിധികർത്താക്കൾ കൈയടിച്ചത്. ഉഗ്രനായിരുന്നു, അസലായിട്ട് പാടി. ആദ്യം മുതൽ അവസാനം വരെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. മെറിലിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം. ഉറപ്പായിട്ടും എം ജയചന്ദ്രൻ സാർ കേട്ടിട്ടുണ്ടെങ്കിൽ. പാട്ടുവേദിയിലേക്ക് ഒരടിപൊളി പ്രകടനം കാഴ്ചവെക്കാൻ മുഹമ്മദ് യാസിൻ എത്തുന്നു. എല്ലാം കൊണ്ട് ഒരു നല്ലൊരു ട്രീറ്റ് തകർത്തുണ്ട്. രസികൻ എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് താരമെത്തുന്നത്. നല്ല രസമായിട്ട് പാടി. നല്ല പയ്യൻ എന്ന് വെച്ചാൽ നല്ല പയ്യനാണ്, ரொம்ப നല്ല പയ്യൻ. വിധു പ്രതാപ് ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ. ഇന്ന് വിളിച്ചോ? ധ്വനി എന്ന ചിത്രത്തിലെ ഗാനവുമായി ജാൻവി എത്തുന്നു. മോള് പാട്ട് പാടി, പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ട് പഠിച്ചില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. എസ് ജാനകി അമ്മ ആലപിച്ച ഗാനവുമായാണ് താരമെത്തുന്നത്.